ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു കളറിലായത്. മൈദപ്പൊടി ആണെങ്കിൽ ഒരു ഐവറി ഷെയ്ഡേ വരുള്ളൂ, ഈ കളർ കിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 സവോള മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്, അതുപോലെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ഒരു 4 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് മുറിച്ചെടുത്തതാണ്. കുറച്ച് മല്ലിയില, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും ഓരോ കപ്പ് വീതം എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പൊടി കുഴയ്ക്കുന്ന പോലെ എണ്ണയും വെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ചെടുത്തതാണ്. ആദ്യം നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം, അതിനുശേഷം നമുക്ക് ഷീറ്റ് പരത്തിയെടുത്തിട്ട് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ ഫില്ലിംഗ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ആദ്യം ചേർക്കാം. ഇതൊന്ന് ചൂടായി തുടങ്ങട്ടെ. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് നമ്മുടെ ചിക്കനാണ്. ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നമ്മൾ കുക്ക് ചെയ്തതല്ല. ചിക്കനൊന്ന് കുക്കായി വരാനാണ് നമ്മളിപ്പോഴേ ചിക്കൻ ചേർക്കുന്നത്. അപ്പോൾ എരിവൊക്കെ ചിക്കനിലേക്ക് പിടിക്കുകയും ചെയ്യും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം നമുക്ക്. ചിക്കൻ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ വേഗം കുക്കായി വരും കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ സൈഡും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാരറ്റ് താല്പര്യമുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർക്കാം, ബീൻസ് താല്പര്യമുണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം. വെജിറ്റേറിയൻസിനാണെങ്കിൽ ചിക്കൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ചെയ്യാം. പിന്നെ ചിക്കൻ കഴിക്കില്ല, മുട്ട മാത്രമേ കഴിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കാം. അങ്ങനെ പല രീതിയിൽ ഫില്ലിംഗ് റെഡിയാക്കാം. നമ്മളിപ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ചേർക്കുന്നത്. ചിക്കൻ ചേർക്കുന്ന അത്ര ടേസ്റ്റ് വേറെ ഒന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ വരില്ല. അപ്പോൾ ചിക്കനൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് രണ്ടും ചേർത്ത് ഇപ്പോൾ ഇളക്കി കൊടുക്കാം. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ പിടിക്കാനാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ബാക്കിയുള്ള പൊടികൾ നമുക്ക് ബാക്കിയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ചേർക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനൊക്കെ ഒന്ന് ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോളയും നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഫില്ലിങ് കാണാനും ഭംഗി ഉണ്ടാവുക, നമുക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുക. പിന്നെ സവോളയും ചിക്കനും എല്ലാം ചേർന്ന് ഒന്ന് കുക്കായി വരട്ടെ. ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ സവോളയും ചിക്കനും എല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം ഗരം മസാലപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് മല്ലിയിലയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാഫ് ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണിത്. പിന്നെ നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള ഫില്ലിംഗ് വേണമെന്നുണ്ടെങ്കിൽ പല കളറിലെ ക്യാപ്സിക്കം യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടി ഉപ്പും ചേർക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ, ഇനി നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ വലിയ പീസുകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കാം. മസാലപ്പൊടിയുടെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മസാലപ്പൊടി കുറച്ചുകൂടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ വരെ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഗരം മസാലപ്പൊടി മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ സോസുകൾ ചേർത്തിട്ട് ഒരു ചൈനീസ് രീതിയിലുള്ള ഫില്ലിംഗ് റെഡിയാക്കാം കേട്ടോ. അത് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ഒരു നാടൻ രീതിയിലുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇനി നമ്മുടെ
ഫില്ലിങ്ങിൻ്റെ ചൂട് മാറി വരട്ടെ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ ഷീറ്റ്സൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, ഇത് വലിയ തലവേദനയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിലായില്ലേ, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിൽ ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാം. നമുക്ക് ഒരുപാട് പൊടി ഇട്ടിട്ട് പരത്താതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ സാധാരണ ചപ്പാത്തിയുടെ കനമില്ലേ, ആ ഒരു കനത്തിൽ തന്നെ പരത്താം കേട്ടോ. പിന്നെ മൈദപ്പൊടിയിൽ മാത്രം ചെയ്യാം, ഗോതമ്പ് പൊടിയിൽ മാത്രം ചെയ്യാം. നമ്മളിപ്പോൾ രണ്ടും കൂടി ചേർത്തെടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും കൂടി ചേർത്തെടുത്താലാണ് കാണാൻ ഭംഗിയുള്ള കളർ കിട്ടുക. പിന്നെ ഒട്ടിപ്പിടിക്കാൻ എളുപ്പം മൈദപ്പൊടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പൊടികളും കൂടി ഈക്വലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെക്റ്റാങ്കിൾ പീസുകളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് പിസ്സ കട്ടർ ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചോ കട്ട് ചെയ്യാം. പിസ്സ കട്ടർ ആണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. കത്തി ഉപയോഗിച്ചാണെങ്കിലും കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാം. രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്ത രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഈ ഷീറ്റിനെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് നീളത്തിലാണ് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഒരു ഷീറ്റ് മറ്റേ ഷീറ്റിൻ്റെ മുകളിൽ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക. നമ്മളൊരു പ്ലസ് ആയിട്ട് വയ്ക്കുക. ഇതിൻ്റെ നടുഭാഗത്തേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെക്കാം. ഫില്ലിങ് വെക്കുമ്പോൾ ഒരുപാട് ഫില്ലിങ് വെക്കരുത്, കുറച്ച് ഫില്ലിങ് വെക്കാം കേട്ടോ. എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മടക്കുമ്പോൾ ഒന്ന് വലിച്ച് എത്തിച്ചു കൊടുക്കുക കേട്ടോ. ഈ സൈഡിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും രണ്ട് സൈഡിലേക്കാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ഒരു 5 പീസായിട്ട് കട്ട് ചെയ്യാം. കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നും, പക്ഷെ ചെയ്തു വരുമ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്കിത് മടക്കി തുടങ്ങാം. മടക്കുമ്പോൾ ഒന്ന് വലിച്ച് എത്തിച്ചു കൊടുക്കുക ഓരോ പീസും. വലിഞ്ഞോട്ടെ, കുഴപ്പമില്ല, അവിടെ വലിയണം. വലിച്ചെത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിനി വെള്ളം നനച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാണ്ട്, അതുകൊണ്ടാണ് വലിച്ചെത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ 3 സ്ട്രിപ്പ് ഇങ്ങോട്ട് മടക്കി. ഇനി അവിടെ നിന്ന് ഒരു സ്ട്രിപ്പ് തിരിച്ച് ക്രോസ് ആയിട്ട് മടക്കുക. വീണ്ടും നമ്മുടെ ഈ 2 സ്ട്രിപ്പ് അങ്ങോട്ട് മടക്കി കൊടുക്കുക. ഇത് നമ്മുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ്. വീണ്ടും നമ്മൾ ചെയ്യുന്നത് എന്താ, ആദ്യം നമ്മൾ മടക്കിയ 3 സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതൊന്ന് റിവേഴ്സ് മടക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ക്രോസ് സ്ട്രിപ്പ് പോകാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ ക്രോസ് സ്ട്രിപ്പ് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതങ്ങോട്ട് മടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് വരണം. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ രണ്ടാമത് മടക്കിയ 2 സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അതിന് റിവേഴ്സ് മടക്കിയിട്ട് അടുത്ത സ്ട്രിപ്പ് അവിടെ നിന്ന് ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മുടെ ആദ്യത്തെ 3 സ്ട്രിപ്പ് തിരിച്ച് മടക്കുക. ഇതെല്ലാം മടക്കി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തൊന്ന് അടുപ്പിച്ച് വെക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ലാസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാനാണ് ഈ വെള്ളം അടുപ്പിച്ച് വെക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഈ എൻഡ് ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ എൻഡിലൊക്കെ ഒന്ന് വെള്ളം ടച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ ജസ്റ്റ് ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടി നിൽക്കും. ഒട്ടി നിൽക്കാത്ത ഭാഗങ്ങളിലാണ് നമ്മൾ വെള്ളം ടച്ച് ചെയ്യേണ്ടത്. മൈദ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ട് വെള്ളം ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് നിർത്തിയാൽ മതി. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തുറന്ന് പോരാതെ ഇരിക്കുകയും ചെയ്യും. ജസ്റ്റ് ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ഒരു സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, ഇത് വലിയ തലവേദനയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ സ്നാക്സ് എല്ലാം റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇതാ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്നാക്ക് പതുക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ ഒരു സൈഡ് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. പൊട്ടിച്ചത് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒട്ടിച്ചതൊക്കെ, ആ സ്ട്രിപ്സ് ഒട്ടിച്ചതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. രണ്ട് സൈഡും ഒരുപോലെ കുക്കായി വരട്ടെ. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരേപോലെ രണ്ട് സൈഡിലും കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ റെഡിയായി. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു കളറിലായത്. മൈദപ്പൊടി ആണെങ്കിൽ ഒരു ഐവറി ഷെയ്ഡേ വരുള്ളൂ, ഈ കളർ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സൺഡേ ഒക്കെ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയത്ത് കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു ഗസ്റ്റിന് കൊടുക്കാനാണെങ്കിലും നല്ല ഭംഗിയുള്ള, അതുപോലെ തന്നെ ഗസ്റ്റിന് കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.